എല്ലാ വാർത്തകളും അതിവേഗ വാർത്ത. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. വിവാദ പരാമർശം ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധിയെന്നും തരൂർ. പാർട്ടിക്ക് മികച്ച നേതൃത്വമില്ല. വികസനത്തെക്കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞതിനും അതുപ്രകാരം പ്രവർത്തിച്ചതിനുമാണ് തന്നെ ജനങ്ങൾ 4ാം തവണയും MP ആക്കിയത്. കരുതലോടെ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കൾ. തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്ന് K. മുരളീധരൻ. പാർട്ടിക്ക് നേതൃത്വത്തിൽ ഒരു കുറവുമില്ല എന്നും മുരളീധരൻ. തരൂരിന്റെ അഭിമുഖം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് നടന്നതെന്ന് രമേശ് ചെന്നിത്തല. തരൂരിനെ പാർട്ടിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് 4 തവണ MP ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതുമെന്ന് രമേശ് ചെന്നിത്തല. പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് താൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് പദവികൾ നൽകിയത് എന്നും ചെന്നിത്തല. ക്വാളിറ്റിയുള്ള നേതാവാണ് തരൂരെന്ന് CPM നേതാവ് EP ജയരാജൻ. വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട് തരൂരിന്റെ അഭിമുഖം. LDF സർക്കാരിന്റെ വ്യവസായ രംഗത്തെ പുകഴ്ത്തിയതിനു ശേഷം 2ാം തവണയും അഭിമുഖം നൽകിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് സൂചന. ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനം എന്നതടക്കം വിലയിരുത്തലുകൾ. അതുകൊണ്ടാണ് പാർട്ടിയിൽ നേതൃപ്രതിസന്ധി എന്നതടക്കം തരൂർ പറഞ്ഞത് എന്നും നിരീക്ഷണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. പട്ടികയിൽ 81 കുടുംബങ്ങൾ ഉൾപ്പെട്ടു. ടൗൺഷിപ്പിൽ ഇതോടെ 323 കുടുംബങ്ങളായി. 2ാം ഘട്ട പട്ടികയിൽ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരും ഉണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ഘടിപ്പിച്ച് ദുരന്തബാധിതർ തുടങ്ങിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം. ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടിയും കഞ്ഞിവെച്ചുമായിരുന്നു പ്രതിഷേധം. ബെയിലി പാലത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് തടഞ്ഞു. സാധ്യമായ എല്ലാ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തെലങ്കാന നാഗർകുർണൂൽ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതം. ദൗത്യം അതീവ ദുഷ്കരം. ശ്രീശൈലം അണക്കെട്ടിന് പിന്നിലെയുള്ള തുരങ്കത്തിൽ ചോർച്ച അടയ്ക്കാനെത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ക്രിസ്തുമസ് പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർച്ചാ കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO ഷുഹൈബ് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നീക്കം. ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായെങ്കിലും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല എന്ന് ക്രൈംബ്രാഞ്ച്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ശ്വാസതടസ്സമുണ്ടായെന്നും കൂടുതൽ ക്ഷീണിതനെന്നും ഡോക്ടർമാർ അറിയിച്ചു. സ്ഥിതി ഇന്നലത്തേതിലും ഗുരുതരമെന്നും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. ദുബായിലെ നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ ഇന്ത്യ. ആദ്യ മത്സരത്തിലെ പ്ലേയിങ് 11 ഇന്ത്യ നിലനിർത്തിയേക്കും. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. മിസോറാം സ്വദേശി VL വാലന്റൈനാണ് മരിച്ചത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അനിയൻ ചേട്ടനെ കഴുത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പ്രസന്നനാണ് മരിച്ചത്. സംഭവത്തിൽ അനിയൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലെ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. വടകര വളയം സ്വദേശി അമലാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം കള്ളിക്കാട് ബാർബർ ഷോപ്പിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആര്യനാട് സ്വദേശി റെജിയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. വാടകയ്ക്ക് താമസിച്ചിരുന്ന മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിൽ ദേശീയപാത പട്ടിക്കാട് കല്ലെടുക്കിൽ ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ ഉണ്ണികൃഷ്ണന്റെ ശിരസിലൂടെ ലോറി കയറുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തൃശൂർ എറവ് ആറാംകല്ലിൽ അടിപിടിക്കിടെ തലയടിച്ച് നിലത്ത് വീണ മധ്യവയസ്കൻ മരിച്ചു. പുളിക്കത്തറ വീട്ടിൽ മോഹനാണ് മരിച്ചത്. പ്രദേശവാസികളായ 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അരളിക്കോണം സ്വദേശി രേസി. സംഭവത്തിൽ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെയാണ് ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത്.
തൃശൂർ മാള കുഴൂർ പഞ്ചായത്തിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാള സൊക്കോർണോസോ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയാണ് മരിച്ചത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ കുട്ടിയെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ റിട്ടയേർഡ് ASI മനോഹരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. 2021 കേസിനാസ്പദമായ സംഭവം. സംസ്ഥാനത്ത് ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 2 ആഴ്ച പിന്നിടുന്നു. സർക്കാർ ഇതുവരെയും തീരുമാനത്തിലെത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആശാ വർക്കർമാർ. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസിന്റെ പ്രതിഷേധ തീപ്പന്തം നാളെ. നീതി നൽകൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം. കോൺഗ്രസ് സമിതികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടായിരിക്കും പരിപാടി. തൃശൂർ കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. 23 കിലോ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂർ കാഞ്ഞാണിയിൽ 17 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബണ്ടി ചോർ എന്ന് വിളിപ്പേരുള്ള വിഷ്ണുവാണ് പിടിയിലായത്. അന്തിക്കാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ US എയ്ഡ് ഫണ്ട് ഉപയോഗിച്ചത് ആശങ്കാജനകമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആർക്കാണ് ധനസഹായം കിട്ടിയതെന്ന് പരിശോധിച്ചു വരികയാണെന്നും ജയശങ്കർ. തന്റെ സുഹൃത്ത് മോദിക്ക് US എയ്ഡ് കിട്ടിയെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ മോദി വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസിന്റെ തിരിച്ചടി. കാസർഗോഡ് കാഞ്ഞങ്ങാട് മദർ ഇന്ത്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് നിഗമനം. വന്യമൃഗ മനുഷ്യ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പ്രിയങ്ക ഗാന്ധി MP. വന്യമൃഗ നിയന്ത്രണവും വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ ആവശ്യകതയുമാണ് കത്തിന്റെ ഉള്ളടക്കം. വയനാട് മലപ്പുറത്തും ജില്ലാ ഭരണകൂടത്തിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. എറണാകുളം പെരുമ്പാവൂരിൽ 7 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി മുഷറഫ് ഹുസൈനാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ SP-യുടെ പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പംപടി പോലീസും ചേർന്നാണ് പിടികൂടിയത്. കോഴിക്കോട് മുക്കത്ത് വീടിന്റെ ഓട് പൊളിച്ച് വൻ കവർച്ച. 25 പവൻ സ്വർണം മോഷ്ടിച്ചുവെന്ന് പരാതി. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷണ ശ്രമത്തിന് ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിൽ. ജാർഖണ്ഡ് സ്വദേശി തൗസീഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ സ്വദേശിയുടെ കെട്ടിടത്തിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുകയായിരുന്നു. കാസർകോട്ട് മാല മോഷ്ടാക്കൾ പിടിയിൽ. ബദിയെടുക്ക നീർച്ചാലിൽ യുവതിയുടെ 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മാല തട്ടിപ്പറിച്ച കേസിലാണ് അറസ്റ്റിലായത്. കർണാടക പുത്തൂർ സ്വദേശികളായ നൌഷാദ്, ഷംസുദ്ദീൻ, അഷ്കർ അലി എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് മോഷണം മുതലും ബൈക്കും കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് പള്ളിയിൽ കയറി ഇമാമിന്റെ പണം അപഹരിച്ചതായി പരാതി. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാരാളിമുക്ക് ജമാഅത്ത് പള്ളിയിലാണ് സംഭവം. ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ശാസ്താംകോട്ട പോലീസിൽ ഭാരവാഹികൾ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം രൂപയാണ് മോഷണം പോയത്. കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയുമായ അക്ഷയ്ക്കെതിരെ കാസർഗോഡ് കാപ്പ ചുമത്തി. നിരവധി കേസിൽ പ്രതിയായ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിൽ കളക്ടർ K ഇമ്പശേഖറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ലോറികളുടെ യാത്ര തടസ്സപ്പെടുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. വളം കയറ്റിവന്ന ലോറികൾ തടഞ്ഞ് ചാക്കുകൾ വലിച്ച് താഴെയിട്ട് പരിഭ്രാന്തി സൃഷ്ടിച്ചു. RRT സംഘമെത്തി പടയപ്പയെ തോട്ടത്തിലേക്ക് കയറ്റിവിട്ടു. മതപ്പാടിലുള്ള പടയപ്പയുടെ പരാക്രമം നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. ആലപ്പുഴ കുട്ടനാട്ടിൽ കാട്ടുപന്നി വിളയാട്ടം. ചമ്പക്കുളം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നു. തോട്ടിലൂടെ നീന്തി നടക്കുന്ന നിലയിലാണ് കാട്ടുപന്നിയെ ആദ്യം കണ്ടതെന്ന് നാട്ടുകാർ. വിളവെടുപ്പിന്റെ ഭാഗമായ നെല്ലും കരകൃഷിയും പന്നികൾ കൂട്ടത്തോടെ നശിപ്പിച്ചു. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. പദ്ധതിക്ക് ഇനി വേണ്ടത് സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതി. റോപ്പ് വേക്ക് 4533 ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായി വരുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക്ക് വരെ
2.7 കിലോമീറ്ററാണ് റോപ്പ് വേയുടെ നീളം. വന്യമൃഗശല്യവും ആക്രമണവും തടയണമെന്നാവശ്യപ്പെട്ട് CPIക്ക് കീഴിലുള്ള AIYF-NFIW എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാറശാലയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉപവാസ സമരം അവസാനിപ്പിച്ചു. പാറശാല ബ്ലോക്ക് ഓഫീസ് ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബ്രമിൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം നേമം ഷജീർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി 25-ന് ജില്ലാ GST ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചാരണാർത്ഥം CPIM വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചാരണ ജാഥ പ്രചാരണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KP ശങ്കരൻ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമാണ് ജാഥ പ്രചാരണം നടത്തിയത്. മലപ്പുറം എടക്കരയിൽ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM ഏരിയ കാൽനട പ്രചാരണ ജാഥ തുടരുന്നു. ഏരിയ ജാഥ 2ാം ദിനം വഴിക്കടവ് മണിമൂളിയിൽ നിന്ന് ആരംഭിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അശാസ്ത്രീയമായ ഗതാഗത നയം പിൻവലിക്കണം, വിദ്യാർത്ഥികളുടെ കൺസെഷനിൽ പരിഷ്കരണം ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു കളക്ടർ. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി സ്റ്റാഫ് യൂണിയൻ 37ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N. രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MT അരുൺ അധ്യക്ഷ പ്രസംഗം നടത്തി. ഇടവേള. അതിവേഗ വാർത്തകൾ തുടരുകയാണ്. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. കേരളത്തിലാകെ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിലയിരുത്തൽ. തട്ടിപ്പിന് പിന്നാലെ സ്ഥാപന ഉടമകൾ ഒളിവിൽ പോയി. തൃശൂർ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര കൊടുത്ത നിവേദനത്തെ തുടർന്നാണ് ക്ഷേത്രത്തെ വിനോദസഞ്ചാര വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി തൃശൂർ പാവറട്ടി MUA-LP സ്കൂൾ വിദ്യാർത്ഥികൾ ചരിത്രം അന്വേഷിക്കുക മാത്രമല്ല അവ ഡോക്യുമെന്ററിയാക്കി വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത് മാതൃകയാവുകയാണ് ഈ വിദ്യാലയം. പാലക്കാട് ജില്ലയിലെ ആനക്കര പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുകിയതോടെ സംഭരിച്ചു വച്ച ടൺ കണക്കിന് നെല്ല് നശിച്ചതായി പരാതി. ആനക്കരയിലെ കർഷകൻ കൃഷ്ണൻ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലെ വിളവെടുത്ത നെല്ലാണ് നശിച്ചത്. കുറ്റക്കാർക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൃഷ്ണൻ. സംസ്ഥാനത്തെ ആദ്യ മണ്ണ് പരിശോധനാശാലയായ തിരുവനന്തപുരം പാറോട്ടുകോണത്തെ ലബോറട്ടറിക്ക് NABL അംഗീകാരം. സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത്. 3 വർഷത്തേക്കാണ് അംഗീകാരത്തിന് പ്രാബല്യം. ഇടുക്കി കരുണാപുരം വില്ലേജ് ഓഫീസ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അപൂർവ നേട്ടത്തിനുടമയായിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ TA പ്രദീപ്. പ്രഥമ റവന്യൂ അവാർഡിൽ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി പാറത്തോടിനെ പ്രഖ്യാപിക്കുമ്പോഴും വില്ലേജ് ഓഫീസർ TA പ്രദീപ് തന്നെയായിരുന്നു. ഒത്തൊരുമയുടെ വിജയമാണ് ഈ നേട്ടമെന്നാണ് കരുണാപുരം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ അഭിനന്ദിക്കുന്നത്. കൊല്ലം പത്തനാപുരത്ത് DYFIയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾ ശുചീകരിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പൊതുകേന്ദ്രങ്ങൾ ശുചീകരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി. CPIM ഏരിയ സെക്രട്ടറി H. നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തി. ക്ഷേത്ര മേൽശാന്തി മുഖ്യ കാർമ്മികനായി. തൃശൂർ പെരിങ്ങാവ് സ്വദേശി ദേവി രാമൻകുട്ടി നായരും കുടുംബവുമാണ് ദേവസ്വത്തിന് ചെന്താമരാക്ഷൻ എന്ന കൊമ്പനെ നടയിരുത്തി നൽകിയത്.
2025 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകനും അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ KP ശങ്കരന്. മലയാള ഭാഷയ്ക്കും ഭക്തി സാഹിത്യത്തിന്റെ വളർച്ചയ്ക്കും നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഭിന്നശേഷിക്കാർക്കായി കലാവിരുന്ന് സംഘടിപ്പിച്ചു. മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാമേളയുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. വിളവ് 2024 മികവ് പുലർത്തിയ ഭിന്നശേഷി കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം പുരസ്കാരം നൽകി. തൃശൂർ നെടുപുഴയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരസേനാനി കസ്തൂർബ ഗാന്ധിയുടെ 81ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കസ്തൂർബ ഗാന്ധി സ്മാരക ട്രസ്റ്റ് കേരള പ്രതിനിധി TS ലേഖ ടീച്ചർ പതാക ഉയർത്തി. സർവ്വമത പ്രാർത്ഥന, പുഷ്പാർച്ചന, കസ്തൂർബ ഗീതാലാപനം എന്നിവ നടന്നു. മലപ്പുറം ഓമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയയപ്പ് ചടങ്ങും സഹപാഠിക്കായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും നടന്നു. കർമ്മനിരതമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ടീച്ചർ, ഹൈസ്കൂൾ വിഭാഗത്തിലെ UK മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും താക്കോൽദാനവും കൊണ്ടോട്ടി നിയോജക മണ്ഡലം MLA TV ഇബ്രാഹിം സാഹിബ് നിർവഹിച്ചു. അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയോട് കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യമൊരുക്കി തൃശൂർ കോടാലി സ്വദേശി നികേഷ്. തെർമോക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന നികേഷ് ഈ ദൃശ്യത്തെ കളിമണ്ണുകൊണ്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മലപ്പുറം വട്ടംകുളം പഞ്ചായത്തിൽ ഭരണസമിതിയുടെ തീരുമാനം മറികടന്ന് മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് അനുമതി നൽകിയ സെക്രട്ടറിയുടെ തീരുമാനത്തിനെതിരെ സമരസമിതി പ്രകടനം നടത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം നിർവഹിച്ചു. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെയോ പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെയോ ആണ് നിയമനം. 6 വർഷം റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് കേന്ദ്ര സർക്കാരിൽ വിവിധ വകുപ്പുകളിൽ സെക്രട്ടറിയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഫോക്സ് ന്യൂസിൽ പങ്കെടുക്കാനെത്തിയ മസ്കിന്റെ ടീഷർട്ട് ജനശ്രദ്ധ നേടി. ടെക് സപ്പോർട്ട് എന്ന എഴുത്തുള്ള കറുത്ത ടീഷർട്ടാണ് മസ്ക് ധരിച്ചിരുന്നത്. മസ്കിന്റെ വൈറ്റ് ഹൌസിലെ സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചയിലാണ് വസ്ത്രം ചർച്ചയായത്. ട്രംപിന് ടെക് സപ്പോർട്ട് നൽകാനാണ് താൻ ഇവിടെ എത്തിയതെന്നായിരുന്നു മസ്കിന്റെ വിശദീകരണം. US മിലിറ്ററി ഓഫീസർ ജനറൽ ചാൾസ് Q ബ്രൗണിനെ പുറത്താക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാനാണ് ചാൾസ്. വിരമിച്ച വ്യോമസേന ലഫ്റ്റനന്റ് ജനറൽ ഡാൻ റാസിൻ കെയ്നെ അടുത്ത ചെയർമാനായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ആഡംബര ബോട്ടുകളുടെ ജീവനക്കാർക്ക് ദുബായിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കാം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് അറിയിച്ചത്. പുതിയ മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ കാലാവധി 6 മാസമായിരിക്കും. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു. ഇനി കാണാം ന്യൂസ് ആഫ്റ്റർനൂൺ.